ഹലോ, അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ ആയാലോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. സ്കിൻ കെയറിൽ ഏറ്റവും ബേസിക് ആയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് CTMP. സി ഫോർ ക്ലെൻസിങ്. ഞാനിവിടെ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് എടുക്കണേ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിന് സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷോ ക്ലെൻസറോ നിങ്ങൾ ചൂസ് ചെയ്യുക. എൻ്റെത് കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്കിത് വലിയ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, പുറത്തുനിന്നുള്ള അഴുക്കും നമ്മുടെ ഫേസിലെ വേർപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ്. സെക്കൻഡ് വൺ T4 ടോണർ. ഞാനിവിടെ പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസ് വാഷ് കഴിയുമ്പോൾ ചെറിയൊരു ഡ്രൈനെസ് ഫേസിൽ വരും. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കധികം എണ്ണമയം ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കത് കുറച്ച് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിസിയോ ജെല്ലൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അറിയാമല്ലോ, നമ്മുടെ ഫേസിൽ എപ്പോഴും ഒരു ഈർപ്പം അല്ലെങ്കിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. പുറത്തുനിന്നുള്ള സൺലൈറ്റ് അതുപോലെ ബാക്കി ലൈറ്റ്സ് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SPF യൂസ് ചെയ്യുന്നത്. സോ നല്ല SPF 50+ ഉള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ഞാനൊരു ടിൻഡർ ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ആളുകൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ചെയ്യാത്ത ആളുകൾ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ സ്കിന്നും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.